പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 30 പേരാണ് മരിച്ചത്. 6 ഭീകരരെ വധിക്കാൻ കഴിഞ്ഞു. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടിയുടെ കയ്യിലുണ്ട്. ബൽറാം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്നലെ വൈകിട്ടാണ് പാകിസ്ഥാനിലെ ഈ ഭീകരാക്രമണം ഉണ്ടായത്. പാകിസ്ഥാനിലെ ഖൈബർ പൻതുങ്കയിലെ ബന്ന സൈനിക കേന്ദ്രത്തിന് നേരെ, കന്റോൺമെന്റിന് നേരെയാണ് ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായത്. ഭീകരവാദികൾ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 ട്രക്കുകൾ ഈ സൈനിക താവളത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഈ സൈനിക താവളത്തിൻ്റെ ഗേറ്റും മതിലും തകർന്നതിന് പിന്നാലെ ഭീകരവാദികൾ തോക്കുമായി ഇരച്ചു കയറി 15ഓളം ഭീകരവാദികൾ ഇത്തരത്തിൽ സൈനിക താവളത്തിലേക്ക് ഇരച്ചു കയറി വെടിയുതിർത്തു എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. ഈ ആക്രമണത്തിൽ 30 പേർ അല്ലെങ്കിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇതുവരെയും ഔപചാരികമായി ഇതിൽ എത്ര മരണം സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു സ്ഥിരീകരണവും നൽകുന്നില്ല. മറിച്ച് 6 ഭീകരവാദികളെ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇതുവരെയും അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണം മണിക്കൂറുകളോളം നീണ്ടു എന്നും പാകിസ്ഥാനിലെ 8 ലൈറ്റ് കമാൻഡോകളാണ് ഈ ഭീകരരെ നേരിട്ടത് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഈ ആക്രമണത്തിന് ഒടുവിൽ ഭീകരവാദികളെ മുഴുവൻ വധിക്കാൻ കഴിഞ്ഞതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. താലിബാൻ അനുകൂല ഭീകര സംഘടനകൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന സ്ഥിരീകരണമുണ്ട്. തെഹ്രീക്ക് താലിബാൻ എന്ന ഭീകര സംഘടന ആക്രമണത്തിന് പിന്നാലെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. താലിബാൻ പരിശീലനം സിദ്ധിച്ച, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഭീകരവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ സൈനിക താവളത്തിൽ ഭീകരർ ഉണ്ടോ, ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയായി വരികയാണ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും തന്നെ ഈ ഒരു ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. സമീപകാലത്ത് പാകിസ്ഥാൻ നേരിട്ട വളരെ വലിയ ഒരു ഭീകരാക്രമണമാണ് ഇന്നലെ വൈകിട്ട് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.